മിമിക്രി ആർട്ടിസ്റ്റിനൊക്കെ ശരിക്കും ഒരുപാട് കീനായിട്ട് ഒബ്സർവ് ചെയ്താലേ നമുക്ക് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യാനൊക്കത്തുള്ളൂ അല്ലേ? ചില ഡയറക്ടേഴ്സ് നമ്മൾ പെരുമാറുമ്പം അപ്പോൾ ഇപ്പോൾ ഒരു ഡയറക്ടർ അതായത് നമ്മുടെ കഥാപാത്രം എന്ന് പറയുന്നത് വളരെ സൈലൻ്റ് ആയിട്ടുള്ളവരാണ്. അപ്പോൾ അതിൽ നമുക്കൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ സംസാരത്തിൽ കുറച്ച് സ്മാർട്ടാണെങ്കിലും ആൾ ഭയങ്കര ദേഷ്യക്കാരൻ. അപ്പം അത് നമുക്ക് എപ്പോഴാണ് ആ കുട്ടിക്ക് ദേഷ്യം വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനോജ് ഒരു ഗ്ലാസ് പാല് കൊണ്ടുവരും. അപ്പം അങ്ങനെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മൂവിയാണ് നമ്മൾ ഇങ്ങനെ ഡയറക്ടേഴ്സൊക്കെ ശ്രദ്ധിച്ചിട്ടില്ല ചില ആൾക്കാർ. അപ്പോൾ ഈ വളരെ സൈലൻ്റായിട്ട് ശശിയേട്ടനൊക്കെ ചിലപ്പം അങ്ങനെയായിരുന്നു, നമുക്ക് അറിയില്ല. ഇത് ഞാൻ ചുമ്മാ ഒരു ഒബ്സർവേഷൻ ഒരു ഡയറക്ടറിൻ്റെ ക്യാരക്ടർ. റാണി എപ്പോഴും ഇദ്ദേഹത്തെ എത്ര ക്ലീനായിട്ട് നോക്കാൻ തുടങ്ങിയത് കല്യാണത്തിന് ശേഷം. അതിനുമ്പോ ഒരു ബോയ് ഫ്രണ്ട് പോലും ഇല്ല. പിന്നെ എനിക്ക് മൊത്തം ഗേൾ ഫ്രണ്ട് ആയിരുന്നു ഇഷ്ടംപോലെ. ഡാഡി പിന്നെ എൻ്റെ ഇത് പറഞ്ഞു, കല്യാണം കഴിച്ചു, രാജ റാണി പൊക്കോളാൻ പറഞ്ഞു, വിളിച്ചോണ്ട് പൊക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ ഇതായിട്ട് എൻ്റെ ഡാഡിയുടെ സിസ്റ്ററിന്റെ മോളാണ്. അടിച്ചോണ്ട് പോന്നാന്നോ? ഇല്ല, ഇവളെ വീടിന്റെ തൊട്ടപ്പുറത്തായിരുന്നു എൻ്റെ ഗേൾ ഫ്രണ്ടിന്റെ വീട്. അപ്പൊ ഇവളായിരിക്കും ഇവളെ കാണാൻ വരുന്നതായിരിക്കുന്നു. അപ്പോഴേ ഇവളെ ബ്രദറായി അവനൊരു കട്ടൻ ചായ കൊടുത്ത് പറഞ്ഞു വിട്ടാരാ. പക്ഷേ ഡാഡി ഹി വാസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഇപ്പൊ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇതാണ്. രാജേശ്വരൻ ശരിക്കും ഒത്തിരി വർത്താനം പറഞ്ഞപ്പോഴത്തേനും ഒരു ഇന്നസെന്റിന്റെ ഒരു ഒത്തിരി റിസംബ്ലൻസ് വരുന്നുണ്ട് ഫേസിനകത്ത്. അത് ശരിക്കും ഇമിറ്റേറ്റ് ചെയ്തു. ഇന്നസെന്റ് ഏട്ടൻ ഇത് സംസാരിക്കുന്ന പോലെ എങ്ങനെയാന്ന് എൻ്റെ അടുത്ത് ചോദിച്ചോ എന്തെങ്കിലും? ഞാൻ ചോദിക്കാം. ഇന്നസെന്റ് ഏട്ടാ, ശരിക്കും ഈ ഇലക്ഷനൊക്കെ നിൽക്കാൻ തീരുമാനിച്ചാ? ഇലക്ഷൻ ആകുമ്പം ഈ പറഞ്ഞ പോലെ സിനിമയിലും നമുക്ക് ഭരിച്ച് ജീവിക്കാമല്ലോ. വീട്ടിൽ മാത്രം ഭരിച്ചിട്ട് കാര്യമുണ്ടോ? നാട്ടിലൂടെ ഇറങ്ങി ഭരിക്കണ്ടേ? താല്പര്യമുണ്ടോ? അന്നേരം പ്രസംഗത്തില് ഞാൻ ഒരു പ്രാവശ്യം കേട്ടല്ലോ, ഏതാണ്ട് എന്നെ രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുന്നേ അന്നേല് 10 പൈസയിലും കിട്ടുമായിരുന്നു, ഇപ്പൊ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോ ഒന്നും കിട്ടുന്നില്ല എന്ന്. അല്ല, ഞാൻ ഈ പണ്ടേ പറഞ്ഞിട്ടുള്ള കാര്യം, എനിക്ക് ഈ കൈക്കൂലി എന്ന് പറഞ്ഞാൽ ഭയങ്കര അലർജിയാണ്. അതിങ്ങനെ ഓരോരുത്തർ കൊണ്ടുവരുമ്പം തന്നെ ഒരുപാട് മോഷണം നടത്തിക്കഴിഞ്ഞാൽ പിന്നെ ചിലപ്പം ജീവിച്ചിരിക്കണമെന്ന് തന്നെ ഉണ്ടാവില്ല. അതിങ്ങനെ പെട്ടെന്ന് നിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടോ, നിൻ്റെ അക്കൗണ്ട് ഞാൻ ക്ലോസ് ചെയ്തു, ഇനി നിനക്ക് തിരിച്ചിങ്ങോട്ട് വരാമെന്ന് പറയും. അതുകൊണ്ട് ഞാൻ കുറച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മേടിക്കുന്നുള്ളൂ. പിന്നെ അതുപോലെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അമ്പിളി ചേട്ടൻ്റെ കാര്യം, അദ്ദേഹത്തിനെ പോയി ചിരിപ്പിക്കാൻ എനിക്ക് പറ്റിയെന്നുള്ളത് അത് ന്യൂസ് വന്നായിരുന്നു, ഓൺലൈൻ ന്യൂസ്. അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ അദ്ദേഹത്തിനെ പോയി കാണാൻ പോയപ്പോഴത്തേക്ക് ജസ്റ്റ് അവിടെ ചെന്നപ്പം എൻ്റെ കൂടെ ഉള്ളവരെ മനസ്സിലായില്ല. ഇങ്ങനെ നോക്കിയിട്ട് പുള്ളി എന്നെ നോക്കിയപ്പം ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ചിരിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഒരു 3-3.5 മണിക്കൂർ അദ്ദേഹത്തിനോടൊപ്പം ഞാനിരുന്നു. ഞാനിങ്ങനെ പഴയ കാര്യങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങിയ ചങ്ങാതി പൂച്ചയിൽ അഭിനയിച്ചത്, ആദ്യത്തെ ഗൾഫ് പ്രോഗ്രാം, അമേരിക്കൻ ട്രിപ്പ്, പിന്നെ ഏറ്റവും കൂടുതൽ അമ്പിളിച്ചേട്ടൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അത്രയും ഫ്രണ്ട്ലിയാണ്. എൻ്റെ അടുത്താണ് എല്ലാ രഹസ്യങ്ങളും എല്ലാ പരസ്യങ്ങളും കാര്യങ്ങളും എന്തുണ്ടെങ്കിലും ഞങ്ങൾ തമ്മിൽ പറയും. അപ്പോൾ ചേച്ചിയൊക്കെ ആയിട്ട് നമ്മൾ ഒരുമിച്ച് അമേരിക്കൻ ഷോയ്ക്കൊക്കെ പോയപ്പോഴും എല്ലാ കാര്യങ്ങളും എന്തുണ്ടെങ്കിലും പൈസയൊക്കെ ആദ്യം എന്തായി മേടിച്ചോ എന്നൊക്കെ ഉത്തരവാദിത്തോടെ നമ്മളടുത്ത് വിളിച്ച് ചോദിച്ചിട്ട് അത് കറക്റ്റ് ചെയ്തിട്ട് പുള്ളി ബാക്കി സംസാരിക്കത്തുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ ഒരു സംഭവം വന്നാലും എന്നിട്ട് പോലും പുള്ളിയെ ലീഡറാക്കി വെച്ചിട്ട് നമ്മൾ ആ ഷോ ചെയ്തപ്പോൾ പുള്ളി ഈ എല്ലാവരുടെയും പൈസ, പുള്ളി ഇടപെടേണ്ട കാര്യമില്ല യഥാർത്ഥത്തിൽ, എല്ലാവരുടെയും പൈസ കാര്യങ്ങളൊക്കെ. അപ്പം അത്ര ഇൻറ്റിമസി ഉള്ള ഒരു മനുഷ്യനാണ്. ഞങ്ങളിങ്ങനെ ഇതുപോലത്തെ ചില പിന്നെ ഹ്യൂമറായിട്ടുള്ള കുറേ സംഭവങ്ങൾ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അതിൽ കുറേ കഥകൾ വന്നപ്പോൾ പുള്ളി എന്നിട്ട് ഞാൻ ഒരു ആർട്ടിസ്റ്റിൻ്റെ സംഭവം, ഈ പുള്ളിയുടെ ഒരു സ്വഭാവം അറിയാമല്ലോ, പെട്ടെന്ന് എന്തെങ്കിലും ചെറിയ സാമത്തിട്ട് ഞാൻ എന്തോ കാണിക്കാനോടോ ഇങ്ങനെ നിൽക്കുന്നത്, എന്തോ ഉണ്ടാക്കാം, കുറേ നാളായില്ല ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് വയലൻ്റ് ആകും. അപ്പം മറ്റെല്ലാവരും ഉണ്ടാവും സെറ്റിൽ, എല്ലാവരും ഡെസ്പായി പോകും. എനിക്കിത് ആ ഗൾഫ് പ്രോഗ്രാം ആദ്യം പോയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ കൂടെ 95-ലാണ് ദുബായിൽ ഷോയ്ക്ക് പോയത്. അപ്പോഴേ അന്ന് മുതലുള്ള ബന്ധമാണ്. അന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഇന്നും ഓർമ്മയിൽ ഉണ്ടെന്നുള്ളതാണ്.
അത് സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ ആ സാധനങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങളുണ്ടോ കിലുക്കത്തിലെ ഡയലോഗ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് മറ്റേ ഈ ചിഞ്ചിരക്കിരി ചിഞ്ചിര ആ പാട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഡയലോഗ് ഞങ്ങൾ ലാലേട്ടനും ഞാനും അമ്പിളിച്ചേട്ടൻ നിശ്ചലായിട്ടുള്ള ക്യാരക്ടറും കൂടെ സ്റ്റേജിൽ ഇങ്ങനെ അവതരിപ്പിക്കാൻ റിഹേഴ്സലൊക്കെ ചെയ്തതൊക്കെ ഇങ്ങനെ പറഞ്ഞെല്ലാം ഓർമ്മയുണ്ട്. അപ്പോഴാണ് മറ്റേ ചങ്ങാതി പൂച്ചയിൽ അഭിനയിച്ച സംഭവം പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ആർട്ടിസ്റ്റിനെ ഇങ്ങനെ തെറി പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ ഞെട്ടിപ്പോയി. ആ സംഭവമൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിയുടെ ആ മനസ്സിൽ ഒരു ചെറിയൊരു ഉണർവ് പോലെ ഉണ്ടായി. ഇതും കഴിഞ്ഞിട്ട് ആ സംഭവം പറയുമ്പോഴേ പുള്ളി ഇങ്ങനെ ചിരിച്ചു, ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിച്ചു. ചിരിച്ചിട്ട് ഇങ്ങനെ ചിരിച്ചിട്ട് ചിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർക്കെല്ലാം ഭയങ്കര സന്തോഷം. അവിടെ ഉള്ളവരെല്ലാം പറഞ്ഞു അയ്യോ അമ്പിളിച്ചേട്ടൻ ചിരിച്ചല്ലോ എന്നുള്ളത്. അപ്പോൾ ഈ സംഭവം ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ വന്നിട്ടൊരു പിക്ക് എടുക്കാനായിട്ട് നിൽക്കുകയായിരുന്നു. അത് വീഡിയോ ആയിപ്പോയി. അപ്പോൾ ഈ ചിരിക്കുന്ന വീഡിയോ കിട്ടി. അപ്പോൾ ഇത് നമ്മളെ വാർത്താ ചാനലുകാർ കണ്ടിട്ട് ഇത് ഞങ്ങൾക്ക് വേണം, ഈ സംഭവം വേണമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാർ ഇതെടുത്ത് ഞാൻ പറഞ്ഞു പേഴ്സണലി എടുത്താണ്, ഇതിന് ഒരു മാർക്കറ്റ് സംഭവങ്ങൾ അല്ല, ഇത് കാണിക്കണം, ജഗതി ചേട്ടനെ ഇങ്ങനെ ചിരിപ്പിച്ചല്ലോ എന്നുള്ളത് ഇത്രയും വർഷമായിട്ട് എനിക്ക് മനസ്സിലായി. തിരിച്ചു കിട്ടാന്ന് പറയുന്ന ഏറ്റവും വലിയൊരു സിനിമയിലല്ലേ. പിന്നെ എൻ്റെ ആദ്യത്തെ പടം ഞാൻ തുടക്കം കുറിച്ച് അങ്ങനെ ആദ്യത്തെ ഷോട്ട് ആയിരുന്നു ഫസ്റ്റ് അമ്പിളിച്ചേട്ടനോട് തന്നെയായിരുന്നു. കാര്യം എന്താ അറിയോ, എനിക്ക് ഏറ്റവും അമ്പിളിച്ചേട്ടനെ തോന്നുന്നത് നമ്മളിപ്പോൾ എല്ലാവരും കൂടെ ഒരു കോമ്പിനേഷൻ സീനാന്ന് വെച്ചോ, ടേക്ക് പറയുമ്പോൾ അമ്പിളിച്ചേട്ടൻ്റെ ഫേസിൽ ഒരു എക്സ്പ്രഷനും ഉണ്ടാവത്തില്ല, പക്ഷെ വാ എനക്കാതെ നമ്മളോട് വർത്താനം പറയും. അതന്നെ ഇല്ലേ ഇങ്ങനെ സംസാരിക്കും ഷോട്ടിൻ്റെ ഇടയിൽ എന്തോ അവൻ്റെ പേര് എന്നൊക്കെ ഇങ്ങനെ അന്നൊന്നുമല്ല, ഫേസിനകത്തും എക്സ്പ്രഷൻ ഇല്ല. പക്ഷെ ഇപ്പൊ ഇങ്ങനെ നമ്മുടെ സ്ട്രേറ്റ് ആണെങ്കിൽ ഇങ്ങനെ ചിരിപ്പിക്കാവുന്നതിന്റെ മാക്സിമം ചെയ്യും. പക്ഷെ അമ്പിളിച്ചേട്ടൻ ഒരു ഏറ്റവും കൂടുതൽ എന്നെ ഒത്തിരി എൻകറേജ് ചെയ്ത കേട്ടോ, എനിക്ക് പറയാതിരിക്കാൻ ഒക്കത്തില്ല. ഒരുപാട് പഠിക്കാനുണ്ട് അദ്ദേഹത്തിന്റെ. പിന്നെ തീർച്ചയായിട്ടും രാജേട്ടൻ ശരിക്കും മിമിക്രി അല്ലാണ്ട് പാട്ട് അങ്ങനെ എന്നേലൊക്കെ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയാൻ പാടുമെന്ന്. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടേറ്റു ചൊല്ലി കുഞ്ഞോളെ മാമ ചാഞ്ചാടു. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടേറ്റു ചൊല്ലി കുഞ്ഞോളെ കുമ്പാരി മാമണ്ണു ചാഞ്ചാടു. വെള്ളരിപ്പിഞ്ചു പോലും ചുമ്മാ കള്ളക്കണ്ണീരൊഴുക്കി. തക്കാളി പപ്പാളി പച്ചിങ്ങ മച്ചിങ്ങ പിച്ചിങ്ങയോടത്തു പിച്ച നടന്നു ചൊല്ലി കുഞ്ഞോളെ കുമ്പാരി മാമണ്ണു ചാഞ്ചാടു. കുഞ്ഞോളെ കുമ്പാരി മാമണ്ണു ചാഞ്ചാടു. ഇപ്പം രാജേശ്വരന്റെ സ്വരം ഓൺ വോയിസിലാണ് പാടിയേ. ഇത് ശരിക്കും പലരായിട്ട് പാടുമ്പോഴത്തേന്, അതായത് പല പ്ലേ ബാക്ക് സിംഗേഴ്സ് പാടുന്ന പോലെ ഒന്ന് പാടാവോ? അതായത് ഒരു പാട്ടേൽ ഒതുക്കല്ലേ? ഒരു പാട്ട് അതായത് എം ജി ചേട്ടൻ്റെ സംസാരം ശബ്ദം നമ്മൾ അനുകരിക്കുകയാണ്. സ്വാമിനാഥ പരിപാലയാ സുമാ, സ്വാമിനാഥ പരിപാലയാ സുമാം സത്പ്രകാശ മല്ലീഷു ഗുരുഗുണ ദേവസേനേശ സ്വാമിനാഥ പരിപാലയാ സുമാ. പിന്നെ എസ് പി സാറിൻ്റെ அது ഞാൻ അനുകരിച്ചിട്ടുണ്ട്. லிரிக் இல்லாமல் கூட டூன் கேட்டால் கண்ணீர் தண்ணி வர மாதிரி இருக்கணும். அதில் எனக்கு கிடைச்ச ஒரு நல்ல சாங் தான். கேளடி கண்மணி பாடதன் சங்கதி, நீதை கேட்பதால் நெஞ்சிலோ நிம்மதி. நாள் முழுதும் பார்வை நான் எழுதும் போர்க்கதையை எனக்கென நான் கூட. இது எனக்கு ரொம்ப பிடிக்கிற சாங். நீங்களாம் கைத்தட்டி ஆசீர்வாதம் பண்ணுங்க. நன்றி நன்றி வணக்கம். வேற யாரையா?
എൻ്റെ കേരളം എത്ര സുന്ദരം, ജനിച്ചതങ്ങു ജീവിക്കുന്നു വളർത്തുമകളായി ഞാൻ, ഒരു വളർത്തുമകളായി ഞാൻ, ഒരു വളർത്തുമകളായി ഞാൻ. എനിക്ക് അത് എന്നെ ദീദി ഇപ്പോഴും ഫോൺ ചെയ്യുമ്പോൾ വിളിക്കുന്നത് ഹായ് ഉഷ ഹൗ ആർ യു. നമ്മൾ അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് അവരുടെ അടുത്ത് എത്ര ഇഷ്ടം കൂടും അത്രയും നമുക്ക് അവരെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. ഇത്രയൊക്കെ പറയിപ്പിച്ച് എന്നാലും ഫുഡ് തന്നില്ല കേട്ടോ, അത് വലിയൊരു സോറി ഉണ്ട്. എന്നാലും ഈ പാട്ടും ഇതൊക്കെ കേൾക്കാനും ഒക്കെ ഇല്ലേ, ഞാൻ ഇതങ്ങ് മറന്നുപോയി, സത്യമാണ്, വിട്ടുപോയി. അത് ഞാൻ ഇതിലങ്ങ് ആസ്വദിച്ചിരുന്നു പോയേ. അതിനിപ്പം നമ്മള് പീസായി കാണുമെന്ന് തോന്നല്ലേ, മുറിച്ച് കഴിക്കാമല്ലോ. പീസായിട്ട് ഒന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയേക്കുന്നല്ലേ. അമ്മേ മഹേന്ദ്ര അത്രയൊന്നും വിളിക്കണ്ട. പിന്നെ വേണേ അറിയാവുന്ന ഒക്കെ ദൈവങ്ങളുടെ പേരും വിളിച്ചു. സാധാരണ ഗതിയിലൊക്കെ ഞാൻ കാണുന്ന എന്നാന്നറിയാവോ, ഈ കുരിശ് വരച്ചൊക്കെ എണീറ്റ് നിന്ന് തൊഴുതൊക്കെ എല്ലാവരും കഴിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് അങ്ങനെയൊന്നുമില്ല. ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ച് അവരൊക്കെ എന്നെ അനുഗ്രഹിച്ച് തന്നേക്കുന്നതാ, അതറിയാവോ. ഇത് റാണി എന്ന് പറഞ്ഞാൽ പാചക റാണി കൂടെ എനിക്കറിയാം കേട്ടോ, നല്ല അസലായിട്ട് എന്നൊക്കെ ചെയ്യും. എന്നാ സ്പെഷ്യൽ ആണോ, കോണ്ടിനെന്റൽ ആണോ, ഇറ്റാലിയൻ ആണോ, നമ്മുടെ ഈ അറബിക് ഫുഡ് അങ്ങോട്ട് ചോദിച്ചില്ല. അവിടെ ഇല്ല, എനിക്ക് റാണി പറഞ്ഞു തന്നാ മതി. എന്നൊക്കെ ഭക്ഷണമാ വീട്ടിലുണ്ടാക്കുന്നതെന്ന് മിണ്ടരുത്, മിണ്ടരുത് ഒന്ന് പറഞ്ഞേ. എന്നാക്കെയാ ചെയ്യുന്നേ? ഇല്ല, എല്ലാം ഒന്നും ഉണ്ടാക്കില്ല. അവിടെ വീട്ടിലെന്നാത്തിനാ ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞേ. ഞാൻ മിണ്ടി പോരുത്, അവളെ ഫുഡ് കൂടുതലും ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്. ഒരു പരീക്ഷണ ജീവിയാണ്. എനിക്ക് ആകെ ഇഷ്ടം കുക്കിംഗ് അവളുടെ. അല്ല, ആകെ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ആകെയാണല്ലോ. എന്നെ അടിമയാക്കിയതെല്ലാം ഉള്ള പാചകമാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പിന്നെ ഉള്ളത് തുറന്ന് പറയുകയും ചെയ്യും. അതിനകത്ത് ഇപ്പം എൻ്റെ പ്രോഗ്രാം ആണെങ്കിലും നമ്മൾ ചെയ്യുന്ന എന്താണെങ്കിലും വീട്ടിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഭയങ്കര ഒരു പ്രത്യേക ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനത്തെ ഒരാളാണ്. എന്നൊക്കെ ചെയ്യുന്ന ബിരിയാണി ഞാൻ എന്നാ ചോദിച്ചാലും പറയൂന്ന് പറയുമ്പോ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതാണ് മൈക്ക്, അതാണ് ഞാൻ കോളാമ്പി. അവിടെ ഡയലോഗ് പറഞ്ഞപ്പോ ഞാൻ പറയും, ഇപ്പൊ എക്കോ എന്നൊക്കെ പറയത്തില്ലേ, എക്കോ അവിടെ നിന്ന് തുടങ്ങി വെക്കും, ബാക്കി ഇവിടെ വെക്കും. ഇല്ല, ഇന്ന് എക്കോ ഇല്ല. ഞാൻ വേറെ എക്കോ കേൾപ്പിച്ചു തരാം. ഇപ്പൊ നമ്മള് ഹലോ ഹലോ എക്കോ ഉണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ ഞാൻ എക്കോ കണ്ണടച്ചിരുന്നോ? ഹലോ ഗാനമേള ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. അനി കിച്ചന്റെ ഈ പരിപാടിയിൽ ഇതാ ഒരു ഗാനം ആലപിക്കട്ടെ. റാണി നിങ്ങൾക്കായി ഇതാ ഒരു നൂഡിൽസ് കഴിക്കാൻ പോകുന്നു. എന്തായാലും ഇന്നൊരു കാര്യം ഞാൻ ചെയ്യാൻ പോവാ. ആ എക്കോ അവിടുന്ന് വയറും കട്ട് ചെയ്തേ. എന്നോട് എക്കോ ഇല്ല, അല്ല വയറല്ല, എക്കോടെ വയറും കട്ട് ചെയ്തതാ എന്ന് പറഞ്ഞേ. എന്നാക്കെയാ ചെയ്യാ വീട്ടില്? പിള്ളേർക്ക് എന്നാ ഉണ്ടാക്കി കൊടുക്കുന്നത്? പിള്ളേരുടെ വിശേഷം ഒന്നും ചോദിച്ചില്ല. ഭയങ്കര നാണക്കാരിയാ. ഞാൻ പറഞ്ഞു ഒന്ന് പറയാമോ? ഇവിടെ പറയല്ലോ. ഇല്ല പറഞ്ഞു ഞാൻ അപ്പോഴത്തേക്ക് ഫുഡ് അടിക്കും. ഇല്ലടാ പറഞ്ഞോ. പിള്ളേരെന്തോരായെന്ന് പറഞ്ഞേ? പിള്ളേര് പറഞ്ഞോ. അയ്യോ, എന്റെ അറിവിൽ ഞങ്ങൾക്ക് 2 ഉള്ളു. ഇനി അവളറിയാതെ എനിക്ക് വേറെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. നീ അങ്ങനെയൊന്നും വിചാരിച്ച നടക്കത്തില്ല മോളെ. 2 പിള്ളേര്, മോളും. മോൻ എന്നാ ചെയ്യുക? മോൻ +1, മോൾ 10th. ഷഹനാസ്. ഇനി കഴിച്ചു നോക്കൂ, കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞു. ചിക്കൻ നൂഡിൽസ് ഞാൻ കഴിക്കാൻ പോവാണേ. അമ്മേ കഴിക്കട്ടെ കഴിക്കട്ടെ കഴിച്ചോ പേടിക്കണ്ട കഴിച്ചോ. ആദ്യത്തെ എപ്പിസോഡ് കുഴപ്പമില്ലാതെ പോയി.
രണ്ടാമത്തെ കടിക്കണ്ട കഴിച്ചോ ഇടയ്ക്ക് ഇച്ചിരി വെള്ളം കുടിച്ചോളാം. ഇനി നീ ധൈര്യമായിട്ട് കഴിച്ചോളൂ. മൂന്നാമത്തെ എപ്പിസോഡിലൊക്കെ കഴിയട്ടെ. ഒന്നീ പഠിച്ചാൽ മൂന്നെന്നാണ്.